കുടുംബം എന്ന് പറയുന്നതാണ് എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. കുടുംബം കൂട്ടുകാരും അതെന്ന് പറയുന്നത് നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ ആ ഒരു ഫാമിലിയിലാണ് നമ്മൾ അംഗം. അപ്പോൾ അവരെ നമ്മൾ കൂടുതലായിട്ട് അവരുമായിട്ടുള്ള മൊമെന്റ്സ് ഷെയർ ചെയ്യുക, അവർക്ക് സന്തോഷം ഉണ്ടാക്കുക. ഇപ്പൊ എനിക്കാണെങ്കിലും ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ ഇത്രയും അംഗങ്ങൾ എന്റെ കുടുംബത്തിലുണ്ട്, നാളെ ഇവർ ആരൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ആ ഒരുമിച്ചുള്ള സമയം മാക്സിമം ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക, ആൾക്കാർ അസുഖമില്ലാതെ മുന്നോട്ട് പോവുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഞാൻ എല്ലാവരോടും പറയുന്ന, ഞാൻ എന്റെയൊക്കെ ചോദിക്കും നീ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലാണോ എന്ന്. ഇല്ല, ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊരു സാധനമുണ്ട്, ലൈഫല്ല ഹെൽത്ത്. നമ്മൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് വേണം. നാളെ ഇപ്പൊ ഞാൻ സാധാരണ കുടുംബമാണ്, നാളെ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ഉരുണ്ടു വീണ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ 2-3 ലക്ഷം ആവാനായിട്ട് നമ്മുടെ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നേരെ മറിച്ച് എല്ലാവരും വിചാരം ഇതൊരു ഭയങ്കര വലിയ പൈസ എന്നാ. 10,000 രൂപക്കുള്ളിൽ നിൽക്കും. ഞാനിത് ഓരോ കൂട്ടുകാരെ ഉപദേശിക്കുമ്പോ നീ ഇതിലാണോ, നീ അതിലുണ്ടോ, നീ LIC വർക്ക് ചെയ്യുന്നുണ്ടോ? അതെ അതെ. അപ്പൊ ഞാൻ പറയും ലൈഫ് ഇൻഷുറൻസ് വേറെ, ഹെൽത്ത് ഇൻഷുറൻസ് വേറെ. ലൈഫ് നിങ്ങൾ മരിച്ചു പോയാൽ പൈസ കിട്ടും, അത് നിങ്ങൾ എടുക്കണ്ട. ഹെൽത്ത് അത് നിങ്ങൾ എടുക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ അതൊക്കെയാണ് കുറച്ച് പ്രയോറിറ്റി. ഫാമിലിയായിട്ട് കൂടുതൽ കണക്ട് ആയതുകൊണ്ട് എല്ലാവർക്കും. അതെ അതെ അതെ. ഞാനതിപ്പോ ചേട്ടനൊക്കെ ഇതിനെപ്പറ്റി ഒരു ബോധമല്ലായിരുന്നു. പക്ഷെ ഒരു തവണ ഒരു അപകടം പറ്റി ആശുപത്രി കിടന്നപ്പോ കുറെ പൈസ പോയപ്പോ നീ അന്ന് പറഞ്ഞു. അതെ അതെ. അല്ല, എനിക്ക് ആ ബോധം ഇല്ലായിരുന്നു. ഞാനിപ്പോ ഒരു 5-6 വർഷം ആയുള്ളൂ ഞാൻ പോലും എടുത്തിട്ട്. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ഉപദേശം പറയാൻ പറഞ്ഞു ഞാൻ പറയും ഫാമിലി ആയിട്ടുള്ള ഉപദേശം വേണോ, പേഴ്സണൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പറയണോ? ഫാമിലി ആണെങ്കിൽ ഇൻഷുറൻസ് എടുത്തോ. അത് ഞാൻ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു ഉപദേശം. ആരോടെങ്കിലും ഒരു ഉപദേശം പറയുമ്പോൾ എല്ലാവരും ഒരു ഇൻഷുറൻസ് എടുക്കാത്തുള്ളൂ. അത് നല്ലൊരു കമ്പനി നോക്കി എടുത്താൽ മതി, അല്ലാതെ ഇന്നത് വേണമെന്നൊന്നും ഇല്ല.